മുഖ്യമന്ത്രി പിണറായി വിജയന് പ്രതിരോധം സൃഷ്ടിച്ചുകൊണ്ട് പി.വി. അൻവർ വീണ്ടും രംഗത്ത് വന്നതോടെ പി.വി. അൻവറിനെ പുറത്താക്കുക എന്ന് മാത്രമേ ഇടതുപക്ഷത്തിന് ചെയ്യാനുണ്ടായിരുന്നുള്ളൂ. പുറത്തായ പി.വി. അൻവർ ആകട്ടെ പുതിയ പാർട്ടി രൂപീകരിക്കുമെന്നും പറഞ്ഞു. ഇതോടെ മുഖ്യമന്ത്രിക്കെതിരെ ശക്തമായ നിലപാടുമായി രംഗത്ത് വന്നതോടുകൂടി കെ.ടി. ജലീലും കാരാട്ട് റസാഖുമടക്കം പി.വി. അൻവറോടൊപ്പം നിന്നിരുന്നവരെല്ലാം തന്നെ ഇപ്പോൾ പി.വി. അൻവറിനെതിരെ രംഗത്ത് വരികയാണ്. കെ.ടി. ജലീലിന് ഒറ്റയ്ക്ക് നിൽക്കാനുള്ള ശേഷിയില്ല എന്നാണ് പി.വി. അൻവർ എം.എൽ.എ പറയുന്നത്. അദ്ദേഹം മറ്റാരുടെയോ കാലിലാണ് നിൽക്കുന്നത്. സ്വയം നിൽക്കാനുള്ള ശേഷിയില്ലാത്തതുകൊണ്ടും ഭയം കൊണ്ടുമാകാം ജലീൽ നേരത്തെ പറഞ്ഞതിൽ നിന്നും പിന്നോക്കം പോയതെന്നാണ് അൻവറിന്റെ വാദം. എന്നെ വെടിവെച്ച് കൊന്നാലും മുഖ്യമന്ത്രിക്കെതിരെ പറയില്ല എന്നാണ് കെ.ടി. ജലീൽ പറഞ്ഞത്. അപ്പോൾ ആരെങ്കിലും വെടിവെക്കുമെന്ന് പറഞ്ഞു കാണും, അതുകൊണ്ട് മാറിയതാകും. മനുഷ്യജീവന് പേടിയുണ്ടാകില്ലേ? ജീവന് പേടി നമുക്ക് തടയാൻ പറ്റില്ലല്ലോ, അൻവർ പറയുന്നു. പി.വി. അൻവറിന്റെ രാഷ്ട്രീയ നിലപാടുകളോട് പൂർണ്ണ വിയോജിപ്പാണെന്ന് കെ.ടി. ജലീൽ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു. ADGP M.R. അജിത് കുമാറിനെതിരെ നടക്കുന്ന അന്വേഷണം പ്രഹസനമാണെന്ന് അൻവറിന്റെ വാദവും ജലീൽ തള്ളിയിരുന്നു. അൻവർ പറഞ്ഞ ചില കാര്യങ്ങളെ പിന്തുണയ്ക്കുന്നുണ്ടെന്ന് ആദ്യം പറഞ്ഞതിന് ശേഷമായിരുന്നു ജലീലിന്റെ ഈ പിന്മാറ്റം. ഇത് സംബന്ധിച്ച മാധ്യമങ്ങളുടെ ചോദ്യത്തിന് മറുപടിയായിട്ടാണ് അൻവറിന്റെ പ്രതികരണം. കെ.ടി. ജലീൽ മറ്റാരുടെ കാലിലാണ് നിൽക്കുന്നത്. ഞാൻ എന്റെ സ്വന്തം കാലിലും ജനങ്ങളുടെ കാലിൽ കയറ്റി വെച്ചാണ് നിൽക്കുന്നത്. അവർക്കൊന്നും സ്വയം നിൽക്കാൻ ശേഷിയില്ലാത്തവരാണ്. ജനകീയ വിഷയങ്ങൾ സത്യസന്ധമായി ധീരമായി ഏറ്റെടുക്കാൻ ശേഷിയില്ലാത്തതിന് കുറ്റം പറയാൻ പറ്റില്ല. ഓരോരുത്തരുടെയും ശേഷിയുടെ പ്രശ്നമാണ്. അദ്ദേഹത്തെ സംബന്ധിച്ച് അത്രയേ പറ്റുള്ളൂ. അതുകൊണ്ട് അദ്ദേഹം അങ്ങനെ തീരുമാനമെടുത്തിട്ടുണ്ടാകുമെന്നും അൻവർ പറയുന്നു. നിലമ്പൂർ ആയിഷയുടെ മനസ്സ് തന്റെ കൂടെയാണ്. കണ്ണുരുട്ടി ഭീഷണിപ്പെടുന്ന നിലപാട് മാറ്റിക്കുകയാണ്. വീട്ടിൽ വന്ന് പിന്തുണ അറിയിച്ചതായും അത് അങ്ങനെ തന്നെ ഉണ്ടാവുമെന്നും അൻവർ പറയുന്നു. പോരാട്ടമാണ്, അതിൽ സ്ഥാനം വിഷയമല്ല. പാർട്ടി രൂപീകരിക്കുമ്പോൾ എം.എൽ.എ സ്ഥാനം തടസ്സമാണെങ്കിൽ രാജിവെക്കുമെന്നും പി.വി. അൻവർ പറഞ്ഞു. നിയമസഭയിൽ തനിക്ക് അനുവദിക്കുന്ന കസേരയിലിരിക്കും. സ്പീക്കർ തീരുമാനിക്കട്ടെ എന്നും കത്ത് കൊടുക്കില്ലെന്നും അൻവർ പറയുന്നു. തന്റെ പുതിയ പാർട്ടിയുടെ പേര് ഞായറാഴ്ച പ്രഖ്യാപിക്കുമെന്നും അൻവർ അറിയിച്ചു. എല്ലാ ഉത്തരവാദിത്വവും മുഖ്യമന്ത്രിക്കും ഓഫീസിനും മാത്രമാണ്. ഒരു സമുദായത്തെ മാത്രമാണ് അദ്ദേഹം ലക്ഷ്യം വെച്ചതെങ്കിൽ ആരോപണം എല്ലാവരെയും ബാധിക്കില്ലേ? മുഖ്യമന്ത്രി സ്ഥാനം ഒഴിയണം. അതിന് തയ്യാറല്ലെങ്കിൽ മാപ്പ് പറയാനെങ്കിലും തയ്യാറാകണം. PR-ൽ CPM-ന് 40 അഭിപ്രായങ്ങളുണ്ട്. പറയാൻ ആർക്കും ധൈര്യമില്ലാത്ത സ്ഥിതിയാണ്. മുഖ്യമന്ത്രിക്ക് P. ശശിയെയും M.R. അജിത് കുമാറിന്റെയും ഭയമാണ്. പാർട്ടിക്ക് പിണറായി വിജയനെയും പേടിയാണ്. ത്രിപുരയിലേക്കും പശ്ചിമ ബംഗാളിലെയും സ്ഥിതിയിലേക്കാണ് CPM പോകുന്നതെന്നും അൻവർ പറയുന്നു.